ഫ്രണ്ട്സ്, നിങ്ങൾ വാർത്തകൾ കാണുന്ന ആൾക്കാരാണെങ്കിൽ ഇന്നൊരു വാർത്ത രാവിലെ തന്നെ ഒരു വാർത്ത കേട്ട് കാണും. പ്രത്യേകിച്ചും നമ്മുടെ തൃശ്ശൂരിൽ 3 ATMകളിൽ കവർച്ച നടന്നിട്ടുണ്ട്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് തൊട്ടടുത്തുള്ള തമിഴ്നാട്ടിൽ പോലും ചില സംഭവ വികാസങ്ങൾ നടന്നിട്ടുണ്ട്. അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. സോ അതിനു മുമ്പ് നമ്മുടെ എസ്കേപ്പ് പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ അംഗമല്ല എങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമാണ് നമ്മളിടുന്ന ഓരോ വീഡിയോസും നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് നമ്മുടെ യൂട്യൂബിൻ്റെ അൽഗോരിതത്തിന് സാധിക്കുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യണം. പിന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇത്തരത്തിലുള്ള ന്യൂസ് അറിയില്ല എങ്കിൽ അവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഇന്ന് രാവിലെ നേരം പുലരുന്നതിന് മുമ്പ് സിനിമ സ്റ്റൈലിൽ നമ്മുടെ കേരളത്തിൽ ATM കവർച്ച നടന്നിട്ടുണ്ട്. പ്രത്യേകിച്ചും നമുക്കറിയാം, പല സിനിമകളിലാണ് ഇത്രയും വെൽ പ്ലാൻഡ് ആയിട്ടുള്ള സ്റ്റോറിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. പക്ഷേ ഇത് റിയൽ ലൈഫിൽ അതുപോലുള്ള ഒരു സംഭവമാണ് ആക്ച്വലി ഇന്ന് രാവിലെ നേരം പുലരുന്നതിന് മുമ്പ് നമ്മുടെ കേരളത്തിലെ തൃശ്ശൂർ ജില്ലയിലെ 3 സ്ഥലങ്ങളിലായിട്ട് ATM കവർച്ച നടന്നിരിക്കുന്നത്. ഇതിൽ ആദ്യ കവർച്ച നടക്കുന്നത് തൃശ്ശൂരുള്ള മപ്രാണം എന്നറിയപ്പെടുന്ന സ്ഥലത്തുള്ള ഒരു ATMലാണ്. സമയം 2:10 AM. ഒരു വെള്ളക്കാരിൽ 4 പേരടങ്ങുന്ന ഒരു സംഘം സ്ഥലത്തെത്തുന്നു. ആരും അറിയാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ മാസ്ക് ധരിച്ചിട്ടുണ്ട്. മാത്രമല്ല ATMിൽ നിന്ന് പൈസ എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ടൂൾസും മറ്റ് എക്യുപ്മെന്റ്സും കാര്യങ്ങളെല്ലാം തന്നെ അവർ ക്യാരി ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചിട്ട് ഇവർക്ക് ഡയറക്റ്റായിട്ട് ATMിൻ്റെ അകത്തേക്ക് പോകാനായിട്ട് സാധിക്കത്തില്ല. കാരണം അവിടെ സെക്യൂരിറ്റി പർപ്പസിന് വേണ്ടിയിട്ട് CCTVയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് അവർക്കറിയാം. സോ ദേ ആർ വെൽ പ്ലാൻഡ് ആണ്. എന്തായാലും CCTV ഡിഫ്യൂസ് ചെയ്താൽ മാത്രമേ അകത്തേക്ക് ആരും അറിയാതെ കടക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. സോ അതിന് വേണ്ടിയിട്ട് അവർ ബ്ലാക്ക് പെയിന്റ് സ്പ്രേ ഉപയോഗിച്ചാണ് CCTV ക്യാമറാസ് എല്ലാം തന്നെ ഡിഫ്യൂസ് ചെയ്യുന്നത്. അതിനുശേഷം അവർ ATM അകത്തേക്ക് കടക്കുന്നു. സോ പൈസ ATM കാർഡ് അല്ലാതെ നമുക്ക് പുറത്തേക്ക് എടുക്കാനായിട്ട് സാധിക്കില്ല. സോ അതുകൊണ്ടും അവർക്കറിയാം. അതിനായിട്ട് അവർ ഗ്യാസ് കട്ടേഴ്സ് ഉപയോഗിച്ചാണ് ആക്ച്വലി മെഷീൻസ് എല്ലാം കട്ട് ചെയ്യുന്നത്. അത്തരത്തിൽ കട്ട് ചെയ്ത് അവിടെ നിന്ന് പൈസ എടുക്കുകയും അത് ബാഗിലാക്കി ഇവർ വന്ന വെള്ളക്കാരിൽ അവിടെ നിന്ന് ടാർഗറ്റ് ചെയ്ത രണ്ടാമത്തെ സ്ഥലത്തേക്ക് യാത്ര ചെയ്യുന്നു. കോലാഴി എന്നറിയപ്പെടുന്ന സ്ഥലത്തുള്ള ATMിലാണ് ആക്ച്വലി രണ്ടാമത്തെ കവർച്ച നടക്കുന്നത്. അവിടെയും ഇതേ പാറ്റേണിൽ കവർച്ച നടക്കുന്നു. എന്നിട്ട് മൂന്നാമത്തെ സ്ഥലമായിട്ടുള്ള ഷൊർണൂർ റോഡിലെ മറ്റൊരു ATMിലും ഇതേ പാറ്റേണിൽ വീണ്ടും കവർച്ച നടത്തുന്നു. ഏകദേശം നേരം പുലരുന്നതിന് മുമ്പ് തന്നെ അവർ കേരളം വിടുന്നു. അവർ കാറിലാണ് യാത്ര ചെയ്യുന്നത്. എന്നിട്ട് യാത്ര ചെയ്ത് അവർ വേറൊരു സ്ഥലത്തേക്ക് പോയിട്ട് അവിടെ 2 പേര് ഇവരോടൊപ്പം ജോയിൻ ചെയ്യുന്നു. ആ 2 പേരുടെ കയ്യിൽ JK ലോജിസ്റ്റിക്സ് എന്ന കമ്പനിയുടെ ഒരു കണ്ടെയ്നർ ഉണ്ട്. അപ്പോൾ ആ കണ്ടെയ്നറിൻ്റെ അകത്ത് ഇവരുടെ വൈറ്റ് കാർ അകത്തേക്ക് കയറ്റുന്നു. എന്നിട്ട് അവിടെ നിന്ന് അവർ എസ്കേപ്പ് ആവുന്നു. അങ്ങനെ അവർ പാലക്കാട്, കോയമ്പത്തൂർ, സേലം, നാഗർകോയിൽ എന്നീ റൂട്ടുകളിലൂടെ അവർ യാത്ര ചെയ്യുന്നു. പോകുന്ന വഴിയിൽ മറ്റു വണ്ടികളുമായിട്ട് അവർ ഇടിക്കുകയും മറ്റു പ്രശ്നം ഉണ്ടാക്കുകയും ചെയ്യുന്നു. എന്നിട്ട് ഇവർ നിർത്താതെ പോകുമ്പോൾ അവിടെയുള്ള ജനങ്ങൾ അത് പോലീസിലേക്ക് കംപ്ലൈൻറ്റ് ചെയ്യുകയും പോലീസ് ഇവരെ വളയുകയും ചെയ്യുന്നു. എന്നിട്ട് പോലീസിനും ഇവർക്കും തമ്മിൽ ഏറ്റുമുട്ടൽ ഉണ്ടാകുന്നു. അപ്പോൾ അതിൽ പോലീസിന് നേരെ ഇവർ വെടിവെക്കുകയും മറ്റാക്രമണങ്ങളും ചെയ്തതിനെ തുടർന്ന് പോലീസും തിരിച്ച് വെടിവെക്കുകയും ചെയ്യുന്നു. അപ്പോൾ 6 പേരിൽ ഒരാൾ ഈ പോലീസിൽ നിന്നുള്ള വെടിവെക്കൽ മരണപ്പെടുന്നു. ബാക്കി 5 പേർ പിന്നീട് പിടിക്കപ്പെടുകയൊക്കെയാണ് ചെയ്യുന്നത്. മാത്രമല്ല ഇവർ ഓടിച്ചിരുന്ന ആ കണ്ടെയ്നർ അകത്ത് എന്താണ് ഉള്ളത് എന്ന് പോലീസ് അന്വേഷിക്കുകയും ആദ്യം തുറന്നു നോക്കുമ്പോൾ ഒരു കാറ് അകത്ത് ഉള്ളത് അവരെല്ലാവരും തന്നെ ശ്രദ്ധിക്കുന്നു. പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ പലതരത്തിലുള്ള ഇൻവെസ്റ്റിഗേഷൻ തമിഴ്നാട്ടിലും അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലും നടന്നു വരികയാണ്. മാത്രമല്ല കേരളത്തിൽ നമുക്കറിയാം രാവിലെ തന്നെ ATM കവർച്ച നടത്തിയിട്ടുണ്ട്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് രാവിലെ തന്നെ തമിഴ്നാട്ടിൽ പോലീസിന് ഇൻഫർമേഷൻ കേരളത്തിൽ നിന്ന് കൊടുത്തിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. അത്തരത്തിൽ അന്വേഷിച്ചതിൽ ഇപ്പോൾ കേരളത്തിൽ നിന്ന് പോയതാണ് എന്നുള്ള തരത്തിലാണ് നമുക്ക് കിട്ടുന്ന വാർത്തകൾ. പ്രത്യേകിച്ചും ഇവർ ആ കാറ് മാത്രമല്ല മറ്റ് രീതിയിൽ അന്വേഷിക്കുമ്പോൾ അവിടെ പൈസയും കണ്ടതായിട്ട് ഏകദേശം 60 ലക്ഷത്തിനും അധികം പൈസ ഉള്ളതായിട്ടൊക്കെ പറയുന്നുണ്ട്. അപ്പം അത് നമ്മുടെ കേരളത്തിൽ നിന്ന് പോയതാണോ എന്നൊരു സംശയമുണ്ട്. സോ അതുകൊണ്ട് അവർ പ്രത്യേകിച്ചും ഓരോ ATMിലും നമുക്കറിയാം പൈസയിൽ സീരിയൽ നമ്പർ കാണും. ആ സീരിയൽ നമ്പർ വെച്ചിട്ടാണ് കൺഫർമേഷൻ ഒക്കെ ചെയ്യുക. സോ
അത് കൺഫേം ചെയ്യാനായിട്ടുള്ള പല പരിശോധനകളും കാര്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ നടന്നുകൊണ്ട് വരികയാണ്. അപ്പോൾ ഇതിൽ പോലീസ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ഗ്യാങ്, ഇത്തരത്തിലുള്ള റോബറി ഗ്യാങ് എന്ന് പറയുന്ന ആൾക്കാർ ഒരു വലിയൊരു നെറ്റ്വർക്കായിട്ട് ഉള്ള ഗ്യാങ് ആണ്. സോ ഇവർ ഇതിനു മുമ്പ് പല സ്ഥലങ്ങളിലും റോബറി നടത്തിയിട്ടുണ്ട് എന്നാണ് തമിഴ്നാട്ടിലുള്ള പോലീസുകാർ പറയുന്നത്, മാത്രമല്ല അവർ സംശയിക്കുന്നത്. പിന്നെ ഈ വാർത്തയെക്കുറിച്ചുള്ള മറ്റെല്ലാ കാര്യങ്ങളും എനിക്ക് പലതരത്തിലുള്ള മീഡിയാസിൽ നിന്ന് കിട്ടിയിട്ടാണ്. അത് ഞാൻ എൻ്റെതായിട്ടുള്ള ഭാഷയിൽ നിങ്ങൾക്ക് പറയുന്നേ ഉള്ളൂ. അപ്പോൾ എന്ത് തന്നെയായാലും എനിക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കണമെന്ന് തോന്നുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മുടെ നാട്ടിൽ പലതരത്തിലുള്ള ക്രിമിനൽ ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്, റോബറീസ്, മറ്റ് ക്രിമിനൽ ആക്ടിവിറ്റീസ് ഒക്കെ നടക്കുന്നുണ്ട്. അപ്പം ഇതെല്ലാം എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് സ്പോട്ടിൽ തന്നെ സോൾവ് ചെയ്യാനായിട്ട് കഴിയുന്നില്ല. ചില സ്ഥലങ്ങളിൽ മാത്രമാണ് അത് സാധിക്കുന്നത്. അത്തരത്തിലുള്ള സ്ഥലങ്ങൾ എന്ന് പറയുന്നത് ലിമിറ്റഡ് ആണ്. ലിമിറ്റഡ് അല്ലാത്ത മറ്റ് സ്ഥലങ്ങളിലൊന്നും നമുക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സ്പോട്ടിൽ നടക്കാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ചും ഇപ്പോൾ ഈ ഒരു ATM കാര്യത്തിൽ എടുത്താൽ നോക്കിക്കഴിഞ്ഞാൽ പോലും ATM അകത്ത് ക്യാമറാസ് ഉണ്ട്, അതുപോലെ തന്നെ മറ്റ് അലാം സിസ്റ്റങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നിട്ട് പോലും ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള സെക്യൂരിറ്റി സിസ്റ്റംസ് ഇല്ലാത്ത മറ്റൊരുപാട് സ്ഥാപനങ്ങളുണ്ട്. അവിടെയൊക്കെ എന്ത് തരത്തിലുള്ള പ്രശ്നങ്ങളും നടക്കും എന്നുള്ളത് ഇത് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സോ അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള രീതിയിൽ നമുക്ക് നമ്മുടെ നാട്ടിൽ സെക്യൂരിറ്റി സിസ്റ്റംസ് ഡെവലപ്പ് ചെയ്യണം എന്നുള്ളതാണ്. പ്രത്യേകിച്ചും സ്പോട്ടിൽ നമുക്ക് സോൾവ് ചെയ്യാൻ കഴിയുന്ന രീതിയിലായിരിക്കണം. ഇതേ ബാങ്കിന്റെ കാര്യത്തിലായാൽ പോലും, ഇപ്പോൾ ബാങ്കിൽ അലാം സിസ്റ്റം പോലും ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർക്കാണ് പെട്ടെന്ന് കിട്ടുന്നത്. അവർ പോലീസിലേക്ക് ഇൻഫോം ചെയ്താൽ മാത്രമാണ് പോലീസിന് പോലും ആക്ഷൻസ് എടുക്കാനായിട്ട് സാധിക്കുന്നത്. അത്തരത്തിലല്ലാതെ ഇപ്പോൾ ബാങ്ക് ആൾക്കാർക്കും അതുപോലെ തന്നെ 24 hours വർക്ക് ചെയ്യുന്ന പോലീസ് ഡിപ്പാർട്ട്മെന്റിനും ഏത് സ്പോട്ടിലാണോ പ്രശ്നം ഉണ്ടാകുന്നത് ആ സ്പോട്ടിൽ നിന്ന് ഡയറക്റ്റായിട്ട് അലാം കിട്ടുന്ന രീതിയിൽ ഉള്ള സെറ്റപ്പുകൾ വരുത്തി കഴിഞ്ഞാൽ പോലീസിനും ആ സമയത്ത് കൃത്യമായിട്ട് സ്പോട്ട് ചെയ്തുകൊണ്ട് എത്തിച്ചേർന്ന് പല പ്രശ്നങ്ങളും സ്പോട്ടിൽ തന്നെ സോൾവ് ചെയ്യാനായിട്ട് സാധിക്കുമെന്നാണ് ഞാൻ പറയുന്നത്. ഇത് എൻ്റെ മാത്രം പേഴ്സണൽ ഒപ്പീനിയനാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ നമ്മുടെ സർക്കാർ കുറച്ചും കൂടി ശ്രദ്ധ ചെലുത്തുകയാണെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ സാധിക്കുമെന്നാണ് ഞാൻ പറയുന്നത്. മാത്രമല്ല, ഇപ്പം നമ്മുടെ കേരളത്തിൽ തൃശ്ശൂരിൽ 3 സ്ഥലങ്ങളിലാണ് ആക്ച്വലി റോബറി നടന്നത്. അത് നടന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 മണിക്കൂർ ഉള്ളിലാണ് ഇത്രയും പ്രശ്നങ്ങൾ നടന്നിരിക്കുന്നത്. പ്രത്യേകിച്ചും 20-25 കിലോമീറ്റർ ആ ചുറ്റളവിലാണ് നടന്നിരിക്കുന്നത്. ആ സമയത്തിൽ തന്നെ നമുക്ക് അവരെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുമായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, അത്തരത്തിലുള്ള സിസ്റ്റം ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ പോലീസിന് ഡയറക്റ്റായിട്ട് സ്പോട്ടിൽ തന്നെ കിട്ടിയിരുന്നെങ്കിൽ ഒരുപക്ഷെ പോലീസിന് അപ്പോൾ തന്നെ വന്നിട്ട് അവരെ ഇത്തരത്തിലുള്ള ക്രിമിനൽ ആക്ടിവിറ്റീസ് നടക്കാതെ നോക്കാമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇവിടെ തന്നെ എന്താ പറയുക, ബാങ്ക് ആർക്ക് അലാം കിട്ടി അവര് പോലീസിലെ അറിയിച്ചാണ് ആക്ച്വലി പോലീസ് വരുന്നതെന്നാണ് നമുക്ക് വാർത്തകളിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. സോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത്തരത്തിലുള്ള സെറ്റപ്പുകൾ വരുത്തണം എന്നുള്ളത്. അതുപോലെ തന്നെ ഇത്തരത്തിൽ നിയമവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ആൾക്കാർ എന്ത് തന്നെ ആയാലും അവർ വെൽ പ്ലാൻഡ് ആയിരിക്കും. ഇപ്പോൾ ഇതേ ATM റോബറിയിൽ ആയാൽ പോലും തന്നെ ഇവര് സഞ്ചരിച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ CCTV ഇല്ലാത്ത ഏരിയകളിലാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പോലീസിന് പോലും ഇത്തരത്തിലുള്ള ആൾക്കാരെ ചേസ് ചെയ്യാനായിട്ട് കഴിയാതെ വന്നതും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് വാർത്തകളിലൂടെ. സോ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഏരിയകൾ നമ്മുടെ ഗവൺമെന്റ് ഇടപെട്ടുകൊണ്ട് കൃത്യമായിട്ടുള്ള സെക്യൂരിറ്റി സിസ്റ്റംസ് ഡെവലപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതുപോലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ നമ്മുടെ നാട്ടിൽ ഒരുപാടുണ്ട്. അതിന് ഗവൺമെന്റ് ആയാലും പ്രൈവറ്റ് ആയാലും ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ മറ്റ് റെസ്ട്രിക്റ്റഡ് ഏരിയാസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്തരം സ്ഥലങ്ങളിലെല്ലാം തന്നെ ചില സ്ഥലങ്ങളിൽ CCTV ക്യാമറാസ് അടക്കമുള്ള അലാം സിസ്റ്റവും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ ചില സ്ഥലങ്ങളിൽ ഇല്ലാത്ത സ്ഥലങ്ങളിൽ സർക്കാർ അത്തരത്തിലുള്ള സ്ഥലങ്ങൾ ഇത്തരത്തിലുള്ള സിസ്റ്റംസ് എല്ലാം തന്നെ കൊണ്ടുവന്ന് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്. എന്നാൽ മാത്രമാണ് നമുക്ക് മാക്സിമം എല്ലാ സ്ഥലങ്ങളും ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു സെക്യൂരിറ്റി സംവിധാനം നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കുക.
സോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. സോ ഗൈസ്, വാട്ട് ഐ എം സേയിങ് ഈസ് വി ഓൾ ആർ ഹ്യൂമൻ ബീങ്സ്, വി ഓൾ ആർ working for our betterment each and every day. So we know that we have a system for us. ഈ സിസ്റ്റം നമുക്ക് എങ്ങനെ കുറച്ചുകൂടി ബെറ്റർ രീതിയിൽ നമുക്ക് വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അടുത്തത് പുതിയൊരു വിഷയമായിട്ട് നമുക്ക് പുതിയ വീഡിയോയിൽ നമുക്ക് വരാം. അതുവരെ എല്ലാവർക്കും നല്ലൊരു ബൈ ആൻഡ് take care. Love you all. Thank you.